Habibi, come to Dubai. UAE is cutting trade and financial ties with Iran. Growing tensions in the Middle East and a sharp war of words. ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും ദുബായ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ദുബായ് ഇങ്ങനെ ചെയ്യുന്നത്. മുൻപും ചില പ്രത്യേക ഘട്ടങ്ങളിൽ ദുബായ് ഇറാനുമേൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2012 അമേരിക്ക ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇറാനിയൻ കമ്പനികൾക്കും ബാങ്കുകൾക്കും മേൽ ദുബായ് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. 2016 സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നും ദുബായ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം സുരക്ഷയ്ക്കോ ബാങ്കിംഗ് നിലനിൽപ്പിനോ ഭീഷണിയാകുന്ന ഘട്ടങ്ങളിൽ വ്യാപാരം നിർത്തിവെക്കുക എന്നത് മുൻപും ദുബായ് ചെയ്തിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ്. On Tuesday said that it detected Iranian ballistic missiles in its airspace. Iran denies it carried out the strikes. ദുബായിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മളൊക്കെ എന്താണ് ശരിക്കും കാണുന്ന കാഴ്ച? എന്താ? ആകാശത്തോളം ഉയരമുള്ള ബുർജ് ഖലീഫ, തിളങ്ങി നിൽക്കുന്ന മാളുകൾ, റോഡിലൂടെ പാഞ്ഞു പോകുന്ന ലംബോർഗിനിയും ഫെറാറിയും ഒക്കെ. ഇതൊക്കെയല്ലേ നിങ്ങളും കണ്ടിട്ടുള്ളത്? എന്നാൽ ഈ ഗ്ലാമറിനൊക്കെ അപ്പുറത്ത് ഈ മരുഭൂമിയിലെ മണ്ണിലിരുന്ന് ലോകത്തിലെ വൻ ശക്തികളെ മുഴുവൻ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു വലിയ കളി നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ചിലപ്പോൾ അമേരിക്കയുടെ കൂടെ തോളോട് തോൾ ഒരുമി നിൽക്കും. ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങും. അതേസമയം തന്നെ ചൈനക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് കോടികളുടെ ബിസിനസ് കൊടുക്കും. അപ്പൊ തന്നെ ഇസ്രായേലുമായി കരാർ ഒപ്പിട്ട് നാട് മുഴുവൻ അവർക്ക് ഷെയ്ക്കാനും കൊടുത്ത് നടക്കും. അപ്പുറത്ത് ഇറാന്റെ സമ്പന്നരുടെ മുഴുവൻ പണവും കൊണ്ടുവന്ന് ദുബായിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം അതിനോടൊപ്പം ചെയ്തു കൊടുക്കും. അതിനൊപ്പം ഗസയിലേക്ക് മാനുഷിക സഹായം വിമാനത്തിൽ കൊണ്ടുപോയിടും. പക്ഷെ അപ്പോഴും ഇസ്രായേലുമായുള്ള ബിസിനസിന്റെ തട്ട് അല്പം താണു തന്നെ ഇരിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അവിടെയും തീരുന്നില്ല. ട്രംപിന്റെ മകൻ ജാരഡ് ക്രൂഷ്നർക്ക് ഗൾഫിൽ നിന്നും കിട്ടിയ ശതകോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് മുതൽ ഡോളറിനെ വെട്ടിച്ച് രൂപയിലും യുവാനിലും എണ്ണക്കച്ചവടം നടത്തുന്ന സാമ്പത്തിക ആയുധങ്ങൾ വരെ നമ്മൾ കാണാത്ത, വാർത്തകളിൽ വരാത്ത എത്രയെത്ര അണിയറ കഥകൾ. എന്താ ഇതൊക്കെ? ഇതൊക്കെ വെറും ഇരട്ടത്താപ്പാണോ ദുബായിയുടെ? അതോ അറബ് സാഹോദര്യം എന്ന പഴയ വർത്തമാനമൊക്കെ മടക്കി അറ്റത്ത് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്ന കച്ചവട തന്ത്രമാണോ ദുബായി കാണിക്കുന്നത്? വരും, നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം കണ്ട വാർത്തയില്ലേ, UAE ഇറാനുമായിട്ടുള്ള വ്യാപാരം നിർത്തിവെച്ചു എന്നത്? ഇത് കേൾക്കുമ്പോ ചിലരെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ ചില ഇസ്രായേൽ പ്രേമികൾ വിചാരിക്കും, ആഹാ ദുബായ് അമേരിക്കയ്ക്ക് വഴങ്ങി ഇറാനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണല്ലോ എന്ന്. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ഇറാനും UAEയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബന്ധമാണത്. പ്രത്യക്ഷത്തിൽ ഇവർ ശത്രുക്കളാണ്. സുന്നി ഷിയ രാഷ്ട്രീയം മുതൽ യമനിലെയും ലെബനനിലെയും യുദ്ധങ്ങൾ വരെ ഇവർ രണ്ട് തട്ടിൽ തന്നെയാണ്. അബുദാബിക്കും ദുബായ്ക്കും നേരെ ഹൂത്തികൾ ഡ്രോൺ അയച്ചൊന്നും ദുബായ് മറന്നുപോയിട്ടില്ല. പക്ഷേ കച്ചവടത്തിന്റെ കാര്യം വരുമ്പോ ദുബായ് എവിടെ നിൽക്കുന്നു? ഇറാനെ സംബന്ധിച്ച് ലോകത്തേക്ക് ശ്വാസം വിടാനുള്ള ഒരേ ഒരു വിൻഡോയാണ് ദുബായ് എന്ന് പറയാം. ഉപരോധങ്ങൾ കാരണം വലയുന്ന ഇറാനിയൻ ബിസിനസ്സുകാര് ഈ പണം കൊണ്ടുവന്ന് തിരിമറി നടത്തുന്നത്, സാധനങ്ങൾ റീ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ദുബായിയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ വ്യാപാരം നിർത്തിവെച്ചിരിക്കുന്നത്? ദുബായിക്ക് ഒരൊറ്റ പേടിയേ ഉള്ളൂ. എന്താണത്? തങ്ങളുടെ ആകാശത്ത് ഒരു മിസൈലോ ഡ്രോണോ വന്ന് വീണാൽ നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകളും കോടികൾ നിക്ഷേപിക്കുന്ന വിദേശികളും വിമാനം കയറി വേറെ എങ്ങോട്ടെങ്കിലും പോകും. തങ്ങളുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് തട്ടുകേട് പറ്റുമെന്ന് കാണുമ്പോൾ ദുബായ് ചെറുതായൊന്ന് കർക്കശക്കാരാകും. അല്ലാതെ അമേരിക്കക്കാരൻ പേടിപ്പിച്ചുകൊണ്ട് മാത്രം ഇറാനെ തള്ളി പറയുന്ന കൂട്ടരൊന്നും അല്ല ഇവര്. ബിസിനസ് നടക്കണമെങ്കിൽ സമാധാനം വേണം. അതിനാര് തടസ്സം നിന്നാലും പൂട്ടും. ഇതാണ് ദുബായിയുടെ ലൈൻ. ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പണ്ട് നമ്മൾ കേട്ടിരുന്ന ഒരു സംഭവമുണ്ട്, പാൻ അറബിസം എന്നാണ് അതിന് പറയുക. അതായത് അറബികൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, പലസ്തീന് വേണ്ടി നമ്മൾ രക്തം ചിന്തും, പാശ്ചാത്യരെ നമ്മൾ എതിർക്കും എന്നൊക്കെ പറയുന്ന ഭയങ്കരമായ ഒരു വികാരം ഉണ്ടല്ലോ. 1950കളിലും 60കളിലുമൊക്കെ ഈജിപ്തിലെ നാസർ, ജമാൽ അബ്ദുൽ നാസർ ഒക്കെ കത്തിച്ചു നിർത്തിയ ഒരു വികാരമാണിത്. എന്നാൽ ഇന്ന് ആ വികാരമൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതെന്നോ കുഴിച്ചു മൂടപ്പെട്ടു. എന്താ അതിന് സംഭവിച്ചത്? ഇപ്പൊ ഗൾഫ് ഭരിക്കുന്നത് ഗൾഫ് നാഷണലിസം ആണ്. ഗൾഫ് നാഷണലിസം സിമ്പിൾ ആയി പറഞ്ഞാൽ ആദ്യം എന്റെ രാജ്യം, എന്റെ ജനങ്ങൾ, എന്റെ സാമ്പത്തിക വളർച്ച. അത് കഴിഞ്ഞിട്ടേ ദുബായിക്ക് ഇപ്പൊ ലോകത്ത് എന്തുമുള്ളൂ. സൗദി അറേബ്യ നിങ്ങളും നോക്കൂ, സൗദി ഫസ്റ്റ്. UAE നിങ്ങളും നോക്കൂ, വിഷൻ 2071.
ഗസയിൽ എന്ത് നടക്കുന്നു എന്നതിനേക്കാൾ ഇന്ന് ദുബായിയും അബുദാബിയും ഉറ്റുനോക്കുന്നത് തങ്ങളുടെ രാജ്യത്ത് എത്ര AI കമ്പനികൾ വന്നു, എത്ര പുതിയ നിക്ഷേപങ്ങൾ വന്നു എന്നാണ്. തങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമാണ് ചിന്ത. അതുകൊണ്ടാണ് ഇസ്രായേലുമായി ഇബ്രാഹിം ഉടമ്പടി ഒപ്പുവെക്കാൻ UAEക്ക് ഒരു മടിയും തോന്നാത്ത. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ടെക്നോളജി, സെക്യൂരിറ്റി സിസ്റ്റം ഇതൊക്കെ ദുബായിക്ക് വേണം. തിരിച്ച് ഇസ്രായേലിന് ഗൾഫ് വിപണിയും ആവശ്യമുണ്ട്. പരസ്പര സഹകരണം. പലസ്തീനിലെ സാധുക്കളായ മനുഷ്യർക്ക് ഭക്ഷണവും മരുന്നൊക്കെ കൊടുത്തയച്ചേക്കും. പക്ഷെ അതിന്റെ പേരിൽ ഇസ്രായേലുമായിട്ടുള്ള കോടികളുടെ ബിസിനസ് അവർ വേണ്ടെന്ന് വെക്കുകയേയില്ല. പച്ചയായ യാഥാർത്ഥ്യ ബോധം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. മറ്റെന്ത് പേരിട്ട് വിളിച്ചാലും അത് കുറച്ച് വൃത്തികേടായി പോകും അല്ലേ? അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? പാൻ അറബിസത്തിന്റെ കാലത്ത് ഫലസ്തീൻ വിഷയം മുഴുവൻ അറബ് ലോകത്തിന്റെയും മുഴുവൻ പ്രശ്നമായിരുന്നു, അറബ് ലോകത്തിന്റെ കേന്ദ്ര പ്രശ്നം. എന്നാൽ ഗൾഫ് നാഷണലിസത്തിലേക്ക് വന്നപ്പോൾ പലസ്തീന് മാനുഷിക പിന്തുണ, ഭക്ഷണമൊക്കെ നൽകുമെങ്കിലും സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇസ്രായേലുമായി കരാറുകളിലെ അബ്രഹാം അക്കോർഡ്സിലൊക്കെ ഏർപ്പെടാൻ ഗൾഫ് രാജ്യങ്ങൾ മടിക്കുന്നില്ല. പാൻ അറബിസം എന്നത് അറബ് വംശീയതയിലൂന്നിയ ഒരു വൈകാരിക ഐക്യപ്പെടലായിരുന്നുവെങ്കിൽ ഗൾഫ് നാഷണലിസം എന്നത് സ്വന്തം സാമ്പത്തിക സുരക്ഷാ വികസനങ്ങളൊക്കെ മുൻനിർത്തി തികച്ചും പ്രാഗ്മാറ്റിക് ആയ പ്രൊഫഷണൽ സമീപനമാണ്. ഇനി നമുക്ക് കളിയിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗത്തേക്ക് വരാം. ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ മരുമകൻ ജാറഡ് കുഷ്നറും. ട്രംപ് ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോ പശ്ചിമേഷ്യൻ പോളിസിയുടെ മുഴുവൻ ചുമതലയും കൊടുത്തത് ഈ മരുമകൻ കുഷ്നർക്കാണ്. വൈറ്റ് ഹൗസിലിരുന്ന് കുഷ്നർ ഗൾഫ് നേതാക്കളുമായി വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തു. ഇസ്രായേലുമായുള്ള കരാറുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ പുള്ളി മുന്നിൽ അങ്ങോട്ട് നിന്നു. പക്ഷെ എന്താ പിന്നീട് എന്താ സംഭവിച്ചത്? ട്രംപ് അധികാരമൊഴിഞ്ഞ് പുറത്തു വന്ന അതേ സമയം ഇല്ലാതിരുന്ന 5 വർഷം കുഷ്നർ അഫിനിറ്റി പാർട്ട്നേഴ്സ് എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് തുടങ്ങി. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പിന്നീട് ഉണ്ടായിട്ടുണ്ടാവുക ട്രംപ് പ്രസിഡന്റ് അല്ലാത്ത 5 വർഷം എന്ന് നിങ്ങൾ അറിയോ? സൗദി അറേബ്യയുടെ പെൻഷൻ ഫണ്ടിൽ നിന്ന് ഒരൊറ്റ അടിക്ക് കുഷ്നറുടെ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത് $2 ബില്യൺ ആണെന്നാണ് മാധ്യമ വാർത്തകൾ. ഏകദേശം 16,000 കോടിയിലധികം ഇന്ത്യൻ രൂപ. സൗദിയിലെ വിദഗ്ധ സമിതി പറഞ്ഞു, അയ്യോ കുഷ്നർക്ക് ഈ ഫണ്ട് നടപ്പിലാക്കാനുള്ള വലിയ പരിചയമൊന്നുമില്ല, പണം കൊടുക്കരുത്, നമ്മൾ കണ്ടും കേട്ടൊക്കെ വേണമെന്ന്. പക്ഷെ മുഹമ്മദ് ബിൻ സൽമാൻ ഇടപെട്ട് ആ പണം കൊടുപ്പിച്ചു. സൗദി മാത്രമല്ല UAE, ഖത്തറൊക്കെ നൂറുകണക്കിന് $1 മില്യൺ കുഷ്നറുടെ ഫണ്ടിലേക്ക് ഒഴുക്കിയത്. അധികാരത്തിലിരുന്നപ്പോൾ കാണിച്ച ഔദാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോന്നപ്പോൾ ഗൾഫ് ഭരണാധികാരികൾ കൊടുത്ത ഗിഫ്റ്റ് ആണോ ഇത് എന്ന വലിയ രാഷ്ട്രീയ ചർച്ചയുണ്ടായി. രാഷ്ട്രീയവും സ്വകാര്യ ബിസിനസ്സും തമ്മിൽ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്നതിന്റെ ആഗോള ക്ലാസിക് ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും UAE പൂർണ്ണമായും അമേരിക്കയുടെ പോക്കറ്റിലായി എന്ന്. എന്നാൽ അവിടെയും നമ്മളെ അവർ ഞെട്ടിച്ചു കളയും. 1970-കൾ മുതൽ ലോകത്ത് എവിടെ എണ്ണ വിറ്റാലും ഡോളറിലെ കച്ചവടം നടക്കും എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, പെട്രോ ഡോളർ. എന്നാൽ ഇന്ന് UAE എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ വരുന്നവരോട് UAE പറയും, നിങ്ങൾ ഡോളർ ഒന്നും കൊണ്ടുവരണ്ട, പകരം ഞങ്ങളുടെ ദിർഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ രൂപയിൽ നമുക്ക് കച്ചവടം നടത്താമെന്ന്. ചൈനയോട് അവർ പറയും, നിങ്ങളുടെ യുവാനിൽ മതി കച്ചവടം എന്ന്. അമേരിക്കൻ ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിന്റെ മുട്ടിടിക്കുന്ന പരിപാടിയാണിത്. അത് മാത്രമല്ല, ദുബായിയെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റി. കഴിഞ്ഞ കാലം കൊണ്ട് അന്താരാഷ്ട്ര ബാങ്കിംഗ് വിലക്കുകളുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ പോലും ഈ വഴിയിലൂടെ ഇവിടെ എത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ നെറ്റിച്ചുളിക്കുന്നുണ്ട്. പക്ഷെ ദുബായിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണത്? പണം എവിടെ നിന്ന് വന്നാലും അത് ദുബായിയുടെ വികസനത്തിന് ഉപകാരപ്പെടണം. വേറെ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും അതിലില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് കഥ? UAE അമേരിക്കയ്ക്ക് വഴങ്ങുകയാണോ? അല്ല. ഇറാന്റെ ശത്രുവാണോ? താൽക്കാലികമായ ശത്രുവാണ്. അറബ് സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്ന് പറയാം. ഇന്നത്തെ UAEയുടെയും ദുബായിയുടെയും നയം എന്താണെന്ന് വെച്ചാൽ ശാശ്വതമായ സുഹൃത്തുക്കളോ ശാശ്വതമായ ശത്രുക്കളോ അവർക്കില്ല. ശാശ്വത രാജ്യ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. തങ്ങളുടെ നാടിന്റെ സുരക്ഷ, സാമ്പത്തിക വളർച്ച, ജനങ്ങളുടെ ഭാവി, പദ്ധതികൾ, ആ നിമിഷത്തിൽ അവർക്ക് ആരെയാണോ ആവശ്യം അവരെ അവർ കൂടെ നിർത്തും. ആവശ്യമില്ലാത്തവരെ ഇച്ചിരി ദൂരേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തും. വൈകാരികതയ്ക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലെന്ന് ലോകത്തിന് കാണിച്ചു നടക്കുന്ന പക്ക കച്ചവട നയമാണിത്. അതുകൊണ്ട് UAE തങ്ങളുടെ സുരക്ഷയ്ക്കും ആധുനിക ആയുധങ്ങൾക്കുമായി അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും കൂടെ നിൽക്കും. എന്നാൽ അതേസമയം റഷ്യ, ചൈന
ഇറാൻ എന്നിവരുമായി വൻതോതിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധം കാത്തു സൂക്ഷിക്കും. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാക്കുമ്പോഴും അറബ് ലോകത്തെ പ്രീതിപ്പെടുത്താനും സാമ്പത്തിക താല്പര്യങ്ങൾക്കുമായി ഇറാന്റെ ഉന്നത പ്രതിനിധികളുമായി ഒരു രഹസ്യ ചർച്ചയൊക്കെ നടത്താനുള്ള ബന്ധം എല്ലാ കാലത്തും ദുബായ് സൂക്ഷിക്കും. ഉപരോധങ്ങൾ നേടുന്ന ഇറാനിയൻ ബിസിനസ്സുകാർക്ക് റഷ്യൻ മൂലധനത്തിന് ദുബായ് എപ്പോഴും ഒരു സുരക്ഷിത താവളമാണ്. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഇവരൊക്കെ ഭീഷണിയാവുമ്പോൾ എന്ത് ചെയ്യും? US ഉപരോധ സമ്മർദ്ദം പരിധി ലംഘിക്കുമ്പോൾ എന്ത് ചെയ്യും? ദുബായ് ഈ ബന്ധങ്ങൾക്ക് പെട്ടെന്നൊരു തടയിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുക്കും. എണ്ണ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ അഭ്യർത്ഥന തള്ളിക്കൊണ്ടാണ് റഷ്യ ഉൾപ്പെടുന്ന OPEC+ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കും. കാരണം എന്താ? എണ്ണ വില നിയന്ത്രിക്കുന്നതിൽ റഷ്യയുമായുള്ള ഈ സഖ്യം UAEക്ക് നിർണായകമാണ്. വികസന സാങ്കേതിക മേഖലകളിൽ ചൈനയുടെ പങ്കാളിത്തം ദുബായ്ക്ക് വേണം. ചുരുക്കത്തിൽ തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും ആ നിമിഷത്തിൽ ആരാണോ ആവശ്യം അതിനോട് അങ്ങോട്ട് ചേർന്ന് നിൽക്കും എന്നതാണ് നിലപാട്. എന്ന് വെച്ചാൽ പ്രത്യയശാസ്ത്രപരമായ പിടിവാശികളൊന്നും ഇവർക്കില്ല. ഒരു രാജ്യത്തോട് ശത്രുതയോ മിത്രതയോ ഇല്ല, കാര്യസാധ്യം മാത്രം. സാമ്പത്തിക വളർച്ച മുഖ്യം ബിഗിലെ എവിടെയാണോ വിപണി, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ആ രാജ്യങ്ങളുമായി വേഗത്തിൽ ബന്ധം സ്ഥാപിക്കും. അത് നന്നായി നിലനിർത്തും. ഫ്ലെക്സിബിലിറ്റി വളരെ പ്രധാനമാണ്. ലോക രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ പെട്ടെന്ന് മാറ്റാൻ ഒരു മടിയും ദുബായ്ക്കില്ല. ഹെഡ്ജിങ്, ഒരു വൻ ശക്തിയുടെ മാത്രം തണലിൽ നിൽക്കാതെ പരസ്പരം എതിർക്കുന്ന വൻ ശക്തികളുമായി ഒരേ സമയം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നയം. ഒരു വശത്ത് അമേരിക്കയുടെ പ്രധാന സുരക്ഷാ പങ്കാളിയായി നിൽക്കും, മറുവശത്ത് ചൈനയുമായി വൻതോതിലുള്ള വികസന പദ്ധതികൾ പ്ലാൻ ചെയ്യും. ഇന്ത്യയുമായി അതേസമയം അടുത്ത ബന്ധം പുലർത്തുന്നു. ഇസ്രായേലുമായി കരാറുകളിൽ ഏർപ്പെടുന്നു. അതേസമയം തന്നെ തങ്ങളുടെ വലിയ വ്യാപാര പങ്കാളിയായ ഇറാനുമായി നയതന്ത്ര ചാനലുകൾ തുറന്നു വെക്കുന്നു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായപ്പോ അങ്ങ് ഇറാനെയും അങ്ങോട്ട് മാറ്റി നിർത്തി കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക, കുറച്ചു കാലം നമുക്ക് ബിസിനസ് വേണ്ടെന്ന് പറയുന്നു. ഇതൊക്കെയാണ് മക്കളെ ഈ ദുബായിയുടെ നയതന്ത്രം എന്ന് പറയുന്നത്. എന്താ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ഇടണേ.